സകലതും ഇപ്പൊ തമ്മിൽ തല ധരിച്ച വീടില്ല എന്റെ ഭഗവതി. പ്രിയ സുഹൃത്ത് ശ്രീ സജീഷ് ഇവിടെ ആകെ പ്രതിഷേധിച്ചത് ക്യാപ്സ്യൂൾ എന്ന പദപ്രയോഗത്തിന്റെ പേരിലാണ്. ഇപ്പൊ ഈ ലോക ചക്രവർത്തിമാർക്ക് പിന്നിലാണ് അധോലോ നിന്ന നിൽപ്പിൽ കോടികൾ ഉണ്ടാക്കിയത് നീയും കണ്ടതല്ല. വാസ്തവത്തിൽ ക്യാപ്സ്യൂൾ എന്ന പ്രയോഗം ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ CPM-നെതിരായിട്ടുള്ള ട്രോളായി മാറിയത് അത് MV ജയരാജൻ ഉപയോഗിച്ചതിന് ശേഷമാണ്. വെറുതെ അനുഭവങ്ങൾ പാച്ചാളികൾ എന്ന് പറയുന്നത്. അനുഭവങ്ങൾ MV ജയരാജന്റെ ഒരു ശബ്ദ സന്ദേശം ഒരിക്കൽ പുറത്തു വന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ഏതോ ഒരു കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്യാപ്സ്യൂൾ അയച്ചു തരും, ഇതാണ് ആളുകൾ സോഷ്യൽ മീഡിയയിലും ഒക്കെ പോസ്റ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അന്ന് അത് അബദ്ധത്തിൽ പറഞ്ഞു പോയതല്ലേ എന്റെ വാസുണ്ണി. MV ജയരാജൻ അക്കാലത്ത് അയച്ചു കൊടുത്ത ഒരു വോയിസ് മെസ്സേജ് ആണ് ഈ ക്യാപ്സ്യൂൾ എന്ന പ്രയോഗം CPM-നെതിരായി വലിയ തോതിൽ ഉപയോഗിക്കാൻ കാരണമായത്. ആ പ്രയോഗത്തിൽ എന്തെങ്കിലും പ്രശ്നം സജീഷിനുണ്ടെങ്കിൽ അത് സ്വന്തം പാർട്ടിയുടെ നേതാവായിട്ടുള്ള ജയരാജനോടാണ് പറയുന്നത്. അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോ മുതലാളി തൊഴിലാളി ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ ആരോടാണ് ഈ പറയുന്നത്? പുതിയ ഇടതുപക്ഷം എന്നൊക്കെ പറയുന്നത് ഇത് ഞാൻ വിശ്വസിക്കണല്ലേ? നടക്കട്ടെ നിന്റെ ചുറ്റിക്കളി. പുതിയ ഇടതുപക്ഷത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ സജീഷൊക്കെ പ്രതിനിധീകരിക്കുന്നത് കൈതേരി സഹദേവന്റെ കമ്മ്യൂണിസത്തെയാണ്. അതായത് വലതുകാലിൽ ഉറച്ചു നിന്നാൽ മാത്രം ഇടതുകാലം കൊണ്ട് ഗോളടിക്കാൻ പറ്റുമെന്ന ഈ കൈതേരി സഹദേവന്റെ കമ്മ്യൂണിസത്തെയാണ് ഇപ്പൊ സജീഷൊക്കെ പ്രതിനിധീകരിക്കുന്നത്. തെളിക്കുന്ന വഴി പോയില്ലെങ്കിൽ പോകുന്ന വഴി തെളിക്കുക. പണ്ട് കാലത്ത് ഇവര് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു കത്തുണ്ടല്ലോ, പഴയൊരു കത്ത്, EMS-ന്റെ കത്ത്. ഇപ്പൊ ഈ ആധുനിക കാലത്തെ കൈതേരി സഹദേവൻ കത്തയക്കിയാണ്. പ്രിയപ്പെട്ട കർത്ത. ഹലോ, ഞാൻ കർത്ത. താൻ കറുത്തോന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഇതിനു മുമ്പ് താൻ വെളുത്തിട്ടായിരുന്നോ? അതല്ല, ഞാൻ രാമൻ കർത്ത. ഈ കത്തുമായി വരുന്നത് എന്റെ മകളാണ്. ആ മകൾക്ക് 2-3 കരാറുകൾ കൊടുത്തേക്കണം. മാസം 8 ലക്ഷം രൂപ വെച്ച് മാസപ്പടി കൊടുത്തേക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതിന്റെ കോപ്പി പേസ്റ്റ് എടുത്ത് ഒരു കമ്പനിക്ക് മാത്രമല്ല കൈതേരി സഹദേവൻ അയച്ചത്. അങ്ങനെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നായിട്ട് കോടിക്കണക്കിന് ഉറുപ്പിയുടെ മാസപ്പടി ഈ കൈതേരി സഹദേവന് വന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ് ആധുനിക ഇടതുപക്ഷം ഇപ്പൊ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട പരിപാടി എന്നുള്ളത്. RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്സ്യൂളുകളുടെ ഒരു പ്രവാഹമാണ് സജീഷിന്റെ ഈ 10 മിനിറ്റ് 15 മിനിറ്റ് പ്രഭാഷണത്തിൽ കണ്ടത്. അതാണ് എന്റെ പോളിസി. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് വീണയെ കേട്ടില്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് മറുപടി പറയാനുള്ള അവസരം കിട്ടിയില്ല, ബോർഡിൽ അവസരം കിട്ടില്ല എന്നുള്ളതാണ്. അത് വാസ്തവ വിരുദ്ധമാണ്. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കും? എന്തുകൊണ്ടാണ് അത് പറയാൻ കാരണം ഇവിടെ ആക്ഷേപം ഉണ്ടായിരുന്നത് CMRL റെയ്ഡ് ചെയ്ത് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചില കണ്ടെത്തൽ നടത്തി. ആ CMRL-ന്റെ പ്രതിനിധികളെ തീർച്ചയായിട്ടും ആ ബോർഡിന്റെ മുന്നിൽ വിസ്താരത്തിന് വിളിച്ചിട്ടുണ്ട്. അവിടെ CMRL-ന്റെ പ്രതിനിധികൾക്ക് തീർച്ചയായിട്ടും അവരുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ സമയമുണ്ടായിരുന്നു. അവർ മറുപടി പറഞ്ഞിട്ടുണ്ട്, അവർ മൊഴികൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങൾക്കെതിരെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വരുമ്പോ ഈ CMRL സ്വാഭാവികമായിട്ടും എക്സാലോജിക്കിന്റെ സഹായം തേടുമല്ലോ. എന്താണ് കിളിക്കുന്നത്? അവൻ നിർത്തൂല. BP ഉള്ളതുകൊണ്ട് ടെൻഷൻ വരുമ്പോ ചിരിക്കണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. CMRL കൊടുത്തിട്ടുള്ള വിവരങ്ങൾക്കൊപ്പം അഡീഷണൽ പേജസ് ആയിട്ട് വീണയുടെ കമ്പനിക്കും എക്സാലോജിക്കിനും വിശദാംശങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അവരത് അവിടെ സമർപ്പിച്ചിട്ടേ ഇല്ല. അവരത്തരമൊരു ശ്രമമേ നടത്തിയിട്ടില്ല. ഇനി അതല്ലെങ്കിൽ സജീഷ് പറയണം എക്സാലോജിക്കും CMRL-ലുമായി അത്തരത്തിലൊരു ബന്ധം ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേട്ടില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതല്ല, വസ്തുതാ വിരുദ്ധമാണ്. ഒന്ന്, അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാം അവനാര് എണ്ണൻ പിള്ള. 2, ഇത് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ആക്സിഡന്റ് നടന്നിട്ടില്ലെങ്കിലും പൈസ കൊടുക്കണ്ടേ? ഇത് അതുപോലെയാണോ? ഇത് അതുപോലെയേ അല്ല. ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമമാണ്. എന്നാലും അവരുടെ മുമ്പിൽ നമ്മൾ ചതിയന്മാരായില്ലേ? ഇത് വാസ്തവത്തിൽ ചെയ്യാത്ത സേവനത്തിന്റെ പേരിലാണ് പണം കൈപ്പറ്റിയത് എന്ന് CMRL-ന്റെ ചീഫ് ഫിനാൻസ് മാനേജർ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഇന്നെങ്കിലും ഞാൻ ചോദിച്ച കാശ് എനിക്ക് തരണം. താൻ എന്നെ കാണുമ്പോ വഴിമാറി പോകുന്ന അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു നമ്പർ ഇറക്കിയത്. അപ്പൊ ചെയ്യാത്ത ജോലിയുടെ പേരിൽ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് മാത്രം പ്രതിമാസം പണം പറ്റി. ഞങ്ങൾ ഇന്ന് ചർച്ചയ്ക്ക് ഇവിടെ ധൈര്യമായി വന്നിരുന്ന് ഈ അഴിമതിക്കെതിരായി പറയുന്നത് ഞങ്ങളുടെ ഉദ്ദേശശുദ്ധി വ്യക്തമാക്കുന്നതാണ്. അങ്ങനെ ആരുണ്ടെങ്കിലും ഈ അഴിമതി അന്വേഷിക്കപ്പെടണമെന്ന് പറയാനുള്ള ധൈര്യവും ആർജവും ഇവിടെ BJP-ക്കേ ഉള്ളൂ. KPCC പ്രസിഡന്റ് ഇന്നത്തെ പ്രസ്താവന ഇന്നത്തെ മാത്രമല്ല, അദ്ദേഹം കഴിഞ്ഞ കുറെ നാളുകളായി പറയുന്ന പല വാചകങ്ങളിലും ഈ പറയുന്ന അരാഷ്ട്രീയതയുണ്ട് എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇത്. അത്തരം ചർച്ചകളുടെ ഭാഗമായിരുന്ന ഒരാളാണ് ഞാനും നിങ്ങളുമൊക്കെ. പക്ഷെ അതേ വാക്ക് ശ്രീ ജ്യോതികുമാർ ചാമക്കവാല പറഞ്ഞതുപോലെ നമ്മുടെ മുഖ്യമന്ത്രി ഉപയോഗിച്ചിട്ടുണ്ട്. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു എന്നേ ഉള്ളൂ. ഈ വാമൊഴി വഴക്കം എന്ന് പറയുന്നത് കേരളത്തിലെ ഇടത് കോൺഗ്രസ് വ്യത്യാസമില്ലാതെ പ്രയോഗിച്ച്
നശിപ്പിച്ചൊന്നാണ്. വെളിവില്ലാത്ത കുറെ പാർട്ടികളും അതിനൊക്കെ പറഞ്ഞ നേതാക്കന്മാർ. എന്നിട്ട് നിങ്ങൾ ആരെയാണ് കുറ്റം പറയുന്നത്? കേരള രാഷ്ട്രീയത്തിന് അഭിലഷണീയമായ പ്രവണതയല്ല ഇത് എന്ന് കുറ്റം പറയാനുള്ള ഒരു ധാർമ്മികമായ ബാധ്യത വേണ്ടേ? എന്റെ ഭാഗത്തും തെറ്റുണ്ട്. മാധു, നിങ്ങളൊരു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിന്റെ കാമ്പും അന്തസ്സത്തെയും ഉയർത്തിപ്പിടിക്കാൻ തയ്യാറാകണം. ഇതേ വാചകം ഉപയോഗിച്ചിട്ടുള്ളത് സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി CPM-ന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറി പിണറായി വിജയനാണ്. ഈ മനസ്സിൽ കുഷ്ടം വെച്ചിട്ട് എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു പിണറായി വിജയനാണ്. ഇത്രയും വ്യക്തമായ വാക്കുകൾ ഈ കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിണറായി വിജയനെ പോലെ ഒരു പരമാവധിയാണ്. അവൻ അങ്ങനെ വിളിച്ചോ? എന്നിട്ട് താമം ചെയ്തു. ഞാൻ കേട്ടോണ്ടെങ്കിൽ പോകുന്നു. അത്തരം പരാമർശങ്ങളൊന്നും കേൾക്കാൻ കഴിയുന്നതല്ല കേട്ടോ. അത്തരം പരാമർശങ്ങളൊന്നും പ്രയോഗിക്കാൻ പാടില്ലാത്തതാണ്. പറയിക്കേണ്ടി വന്നാൽ പറയും. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അത് പറയാം. എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. മുഖ്യമന്ത്രിയുടെ മരുമോൻ എന്തും പറയാനുള്ള ലൈസൻസ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റാത്ത നാറിയ നിലപാട് സ്വീകരിച്ച ആളുകൾ ചിലപ്പോൾ രക്ഷപ്പെട്ടു പോയി മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായ സാധാരണ രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുക എന്ന് പറയാം. രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്നു എന്ന് പറയുന്നവരെ അവരെ വിശേഷിപ്പിക്കാൻ പദം പ്രയോഗിക്കുമ്പോൾ ചെറ്റ എന്നാണ് പറയുന്നത്. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? നിങ്ങളിപ്പോ ഫയലിൽ നിന്ന് എടുത്തിട്ട് 10-15 വർഷം മുന്നേയുള്ള ഒരു വീഡിയോ കാണിച്ചല്ലോ. 8 വർഷം. അങ്ങനെയെങ്കിൽ കേരളത്തിലെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ നിങ്ങൾ ക്രൈം നന്ദകുമാർ പറഞ്ഞ ഒരു വാക്ക്, ഒരു വാർത്ത എന്താ? വ്യക്തമായിട്ടുള്ള ഉത്തരം എനിക്കുണ്ട്. എന്നാ പറയൂ. അത് ഞാൻ പറയേണ്ടവരോട് പറഞ്ഞോളാം. ആരെന്ന് വെച്ചാ പറയണോ? സിംഗപ്പൂരിലെ കമല ഇന്റർനാഷണൽ പിണറായി വിജയന്റെ ഭാര്യയുടെ ആയിരുന്നു എന്ന ക്രൈം നന്ദകുമാർ പറഞ്ഞത് കേരളത്തിൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത മാധ്യമം നിങ്ങളുടെ മാതൃഭൂമിയാണ്. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ക്രൈം നന്ദകുമാർ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അല്ലാതെ മാതൃഭൂമി ന്യൂസ് ഇൻവേർട്ടഡ് കോമിറ്റ് 8 കോളം അച്ചടി നിരപ്പ് ആക്കിയതല്ലോ അല്ലേ? നിങ്ങൾ ഇന്നത്തെ പ്രസംഗത്തിൽ ചെറ്റ എന്ന പദപ്രയോഗത്തിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നത് ജ്യോതികുമാർ ചാമക്കാലയല്ല, നിങ്ങളാണ് ഫയലും എടുത്തു കൊണ്ടുവന്ന് മുഖ്യമന്ത്രി അന്ന് നടത്തിയ ഒരു പ്രസ്താവന ഇവിടെ കാണിച്ചത്. കുറെ നേരമായല്ലോ ഇയാൾക്ക് ഒരു വല്ലായ്മ തുടങ്ങിയിട്ട്. ഈ സുധാകരൻ മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അല്ലെ? മുഖ്യമന്ത്രി 8 വർഷം മുമ്പ് നടത്തിയ പരാമർശമാണല്ലോ, ഡബ് ചെയ്തെടുത്തൊന്നുമല്ലല്ലോ. കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു പരാമർശം ഉണ്ടാകുമ്പോൾ അതിന്റെ ചരിത്രത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത മറ്റൊരു പരാമർശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെടുത്ത് പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുന്നതിൽ ജേർണലിസത്തിന് വിരുദ്ധമായ എന്തെങ്കിലും ഒന്നുണ്ട് എന്ന് ഞാൻ എനിക്ക് തോന്നുന്നില്ല. എന്റെ അവസ്ഥ പിന്നെ എന്താവൂടൂ? വില പോകുന്ന ഉറപ്പാ. 2014 സാർ ഞങ്ങളുടെ ഫയലിലുള്ള കാര്യമാണ്. മാതൃഭൂമി ന്യൂസ് പ്രവർത്തനം തുടങ്ങിയതിനു ശേഷമാണ് ഞങ്ങൾക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതാണ്. അത് അത്ര വലിയ അധാർമികതയാണെന്ന് പറഞ്ഞു വെക്കല്ലേ? എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. എന്നാ മാധു, നിങ്ങൾ അദ്ദേഹത്തിന് നേരെ കൊടുത്തിരിക്കുന്ന വ്യാജ വാർത്തകൾ ഒരു 2 എണ്ണം നിങ്ങൾ പറ. നിങ്ങളുടെ ഇപ്പൊ ഫയലിൽ കാണിക്കൂ. നിങ്ങൾ കൊടുത്തതാണല്ലോ വ്യാജ വാർത്തകളോ? നിങ്ങൾ കെ സുധാകരൻ അടുത്ത കാലത്ത് നടത്തിയ പദപ്രയോഗത്തെ ഞാൻ പറഞ്ഞല്ലോ മാനസിക നില തെറ്റിയെന്ന്. ഞാൻ പറഞ്ഞല്ലോ കെ സുധാകരൻ അടുത്ത കാലത്ത് നടത്തിയ പദപ്രയോഗങ്ങൾ ഞാൻ രാവിലെ ഞാൻ പോരത്തമ്മ കെട്ടിയെടുത്തോളൂ പൂവും കായും. അല്ലല്ല, ഞാൻ പറയും. എനിക്ക് പറയണം. നിങ്ങൾ പറഞ്ഞാ പോരാ, ഞാൻ പറയട്ടെ. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.